ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമദേവന്റെ വദനം ഇത്തരത്തിൽ ആർക്കും ഒരിക്കലും കാണുവാൻ സാധിച്ചിട്ടില്ല. ക്രോധാഗ്നി വമിക്കുന്ന ആ മുഖത്തെ കണ്ട സർവഭൂതങ്ങളും ഞെട്ടി നടുങ്ങി. ഭൂമിയാകെ ഒന്ന് കുലുങ്ങി. സിംഹവ്യാഘ്രാദികളോട് കൂടിയ മാമലകൾ ചാഞ്ചാടി. വൃക്ഷങ്ങളെല്ലാം വിറച്ചു. നദീപതിയായ മഹാസാഗരം അത്യധികം കലങ്ങിമറിഞ്ഞു. പക്ഷികളും കൊടുങ്കാറ്റുകളും കഠിന ശബ്ദത്തിൽ ദുർനിമിത്തങ്ങൾ ഗർജിച്ചുകൊണ്ട് വാനിടത്തിൽ ചുറ്റി സഞ്ചരിച്ചു. ശ്രീരാമചന്ദ്രന്റെ അരിശം ഭീമാകാരങ്ങളായ ഉൽപ്പാദകൾ എന്നിവ കണ്ട ഭൂതങ്ങളെല്ലാം പകച്ചു, ഞെട്ടിവിറച്ചു. രാവണന് അത്ഭുതപൂർവമായ ഭയമുണ്ടായി. വിമാന സംസ്ഥിതരായ ദേവന്മാർ, ഗന്ധർവന്മാർ, ഉരകമുഖ്യന്മാർ, ഋഷിവരന്മാർ, ദാനവന്മാർ, ദൈത്യന്മാർ, ഗഗനചാരികളായ ഖഗങ്ങൾ മുതലായ എല്ലാവരും കൽപ്പാന്ത തുല്യമായ ആ പെരുമ്പട നോക്കി. അനേകവിധ ഘോരാസ്ത്രങ്ങളെ കൊണ്ട് മാനവ ദൈത്യന്മാർ പൊരുതുമ്പോൾ ദേവന്മാരും ദാനവന്മാരും മത്സരത്തോടെ പലതും വാതുവെച്ച് തുടങ്ങി. അതിസ്നേഹപൂർവം രണ്ടുപേരെയും നോക്കുന്ന കാണികൾ ഒരുപോലെ സന്തുഷ്ടരാകത്തക്ക വിധമാണ് യുദ്ധം നടക്കുന്നത്. അസുരന്മാർ ദശഗ്രീവന്റെ ചുറ്റും നിന്ന് ജയിക്കുക ജയിക്കുക എന്നിങ്ങനെ ആശംസ തുടങ്ങിയപ്പോൾ ദേവന്റെ നാലുപാടും ദേവവൃന്ദങ്ങളെത്തി കാകുത്സ്ഥൻ വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ശ്രീരാമനെ പ്രഹരിച്ച് വീഴ്ത്തത്തക്ക ഒരു മഹായുധം ഏതെന്ന് ആലോചിക്കുകയാണ് കോപാന്തനായ രാവണൻ. വജ്രസാര തുല്യവും അതിമഹത്തായ നാദവും സർവശത്രുനാശകവും ഗിരിശിഖരങ്ങൾ പോലെയുള്ള 3 മുനകൾ മനസ്സിനെയും നേത്രങ്ങളെയും ഒന്നിച്ച് ഭയപ്പെടുത്തക്ക വിധം ഭീഷണവും യുഗാന്തത്തിലെ ഭാവാഗ്നി സഞ്ചയത്തിൻ്റെ പുകയും ജ്വാലയും വമിക്കുന്നത് പോലെ അതിരൗദ്രവും അന്തകനാൽ പോലും ദുർജയവും അനാസാധ്യവും സർവ്വജീവജാലങ്ങൾക്കും ഭയാവഹവും ഏതൊന്നിനെയും അതിദാരുണമായി ഭേദിക്കുവാൻ ശക്തവും തീക്ഷ്ണതരവുമായ ഒരു ഭീമശൂലത്തെ കോപം ആളിക്കത്തുന്ന രാവണൻ എടുത്തു. അനേകം അസുരന്മാരാൽ ആവൃതനായ രാജേശ്വരൻ ആ വരായുധത്തിൻ്റെ മധ്യത്തിൽ പിടിച്ചൊന്ന് ചുഴറ്റി. അതിഭയങ്കരമായ ഒന്നലറി. കോപത്താൽ രക്തവർണ്ണ നേത്രനായ ആ പെരും കൂറ്റൻ സ്വസൈന്യത്തിന് ആനന്ദമേകത്തക്ക വിധം ഭൂമിയെയും ആകാശത്തെയും ദിക്കുകളെയും പ്രതിക്കുകളെയും കുലുക്കത്തക്ക വിധം ആ കൊട്ടിയ നാദത്തിൽ വീണ്ടും അലറി. ആ ദുരാത്മാവിൻ്റെ ഘോര ശബ്ദം കേട്ട ഭൂതങ്ങളെല്ലാം ഞെട്ടിത്തെറിച്ചു. സമുദ്രം കലങ്ങി. ആ വലിയ ശൂലമോങ്ങി ചുഴറ്റി ആർത്തുകൊണ്ട് പരുഷസ്വരത്തിൽ വീര്യവാനായ രാവണൻ ശ്രീരാമനോട് പറഞ്ഞു: രാമ, അതിരുഷ്ടനായ ഞാൻ ഈ അയക്കുന്ന വജ്രസാരശൂലം ക്ഷണത്തിൽ അനുജനോട് കൂടിയ നിന്റെ ജീവനെ കൈക്കലാക്കുകയായി. അനേകം അരക്കരെ അടരിൽ ഇന്ന് നിഗ്രഹിച്ച അഹങ്കാരി അവരുടെ പിന്നാലെ പോകത്തക്ക നിലയിൽ നീ എത്തിക്കഴിഞ്ഞു. അവിടെ നിൽക്ക്, ഈ ശൂലം കൊണ്ട് ഞാനിതാ നിന്നെ നിഗ്രഹിക്കുകയായി. ഇതോടെ നിശാചരേന്ദ്രൻ ശൂലം ആഞ്ഞുചാട്ടി. രാവണ ബാഹുവിൽ നിന്ന് പുറപ്പെട്ട ആയുധം 8 കുടമണികളുടെ ശബ്ദത്താലും മിന്നലൊളിയാലും ഗഗനസ്ഥലത്തിൽ വെട്ടിത്തിളങ്ങി. കണ്ടാൽ ഭയപ്പെട്ടു നടുങ്ങത്തക്ക ആ ഭീഷണശൂലത്തെ ശരജാലങ്ങളെ കൊണ്ട് ഇന്ദ്രൻ മഹാമാരിയാൽ കൽപ്പാന്താഗ്നിയെ എന്ന പോലെ തടുത്തു. എന്നാൽ ആളിക്കത്തുന്ന തീയിൽ ഈയാമ്പാറ്റകൾ എന്ന പോലെ മഹാശൂലം ശ്രീരാമബാണങ്ങളെ എരിച്ചുകൊണ്ട് മുന്നേറി. അമ്പരമധ്യത്തിൽ നിന്ന് തന്നെ ബാണങ്ങൾ വെണ്ണീറായത് കണ്ട ദേവൻ ഏറ്റവും കോപത്തോടെ ഇന്ദ്രരഥത്തിൽ ഉള്ളതും മാതലി കൊണ്ടുവന്നതുമായ ഐന്ദ്രം എന്ന വേൽ എടുത്തു ഒന്ന് ചുഴറ്റി. കോപാവിഷ്ടനായ രാഘവന്റെ ബലിഷ്ഠബാഹുവിൽ നിന്ന് മണിക്കിലുക്കത്തോടെ ഗഗനതലത്തിൽ കൽപ്പാന്തത്തിലെ കൊള്ളുമീൻ പോലെ ആ ആയുധം മിന്നിജ്വലിച്ചു. ദാശരഥി ചാട്ടിയ വേൽ പൗലസ്ത്യ ശൂലമായി കൂട്ടിയിടിച്ചു. അനേകമനേകം ശകലങ്ങളായി ശൂലം ഒളികെട്ട് നിലം പതിച്ചു. ചീറ്റിക്കൊണ്ട് ഞാൻ വിട്ട രഘുനായക ശരങ്ങൾ ദശഗ്രീവരഥത്തിലെ വായുതുല്യ തുരകങ്ങളെ പിളർത്തി. നിശിത ശരങ്ങൾ അവൻ്റെ മാറിടത്തെയും കാകുത്സ്ഥൻ മുന്നേറി 3 അമ്പുകൾ നക്തഞ്ചരൻ്റെ നെഞ്ചിടത്തിൽ തറപ്പിച്ചു. സർവ അവയവങ്ങളിലും അഗ്നി സദൃശങ്ങളായ കണകൾ കൊണ്ട് രക്താഭിഷിക്തനായ അരക്കർക്കോൻ പൂത്ത അശോകവൃക്ഷം പോലെയായി. ശ്രീരാമസായകങ്ങളാൽ സർവ അംഗങ്ങളിലും നിണം അണിഞ്ഞ നിശാചര നായകൻ അടരിൽ സൈന്യമധ്യത്തിൽ അവശനായി കോപത്തെ വഹിച്ചുകൊണ്ട് ഇതി കർത്തവ്യതാമൂഢനായി നിന്നു.
ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.